ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിഭഞ്ചികയുടെ കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിൽ അനിശ്ചിതത്വം. മൃതദേഹം ഇന്ന് സംസ്കരിക്കാനുള്ള കുഞ്ഞിന്റെ പിതാവിന്റെ നീക്കം ഇന്ത്യൻ കോൺസുലേറ്റ് തടഞ്ഞു. വൈഭവിയുടെ മൃതദേഹം യുഎയിൽ തന്നെ സംസ്കരിക്കണമെന്ന് വിഭഞ്ചികയുടെ ഭർത്താവ് നിതീഷ് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ മകളുടെയും കൊച്ചുമകളുടെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നായിരുന്നു വിഭഞ്ചികയുടെ അമ്മ ശൈലജയുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾക്കായി ശൈലജ ഷാർജയിലെത്തുകയും ഷാർജ പ്രോസിക്യൂട്ടറെ അടക്കം കാണുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് കുഞ്ഞിന്റെ മൃതദേഹം വിട്ടുകിട്ടിയതായും മൃതദേഹം ഇന്ന് തന്നെ സംസ്കരിക്കുമെന്നും നിതീഷും ബന്ധുക്കളും അറിയിച്ചത്. ഇതനുവദിക്കാൻ ആകില്ലെന്നും 2 മൃതദേഹങ്ങളും നാട്ടിൽ സംസ്കരിക്കണമെന്നും ശൈലജ ആവശ്യപ്പെട്ടു. നമുക്ക് നാട്ടിൽ കൊണ്ടുപോയി സംസ്കരിക്കണം. കാര്യം എനിക്കാണെങ്കിൽ ഇപ്പോൾ ഈ 1 മാസത്തിൽ 2 സർജറി കഴിഞ്ഞതാണ്. അപ്പോൾ എൻ്റെ അസുഖം 1 മാസം പോലും ആയിട്ടില്ല. അപ്പം പിന്നെ ഞാൻ ഈ ഒരു പ്രതീക്ഷയോടാണ് ഞാനിവിടെ വന്നത്. അമ്മയും കൊച്ചിനെയും കൊണ്ടുപോകാം. ഇവിടെ സംസ്കരിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മുടെ നാട്ടിൽ സംസ്കരിക്കുന്നത്. ഒന്നേ അവൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ. ഇത് രണ്ടിലും എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അല്ലാതെ ഇവിടെ സംസ്കരിക്കുന്നതിനകത്ത് എനിക്ക് താല്പര്യമില്ല. രണ്ടുപേരും ഒരുമിച്ചായാലും അവൻ്റെ വീട്ടിലായാലും നമുക്ക് കുഴപ്പമില്ല. എൻ്റെ 2 മക്കളെ അവൻ്റെ വീട്ടിൽ സംസ്കരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എൻ്റെ വീട്ടിൽ സംസ്കരിച്ചാലും കുഴപ്പമില്ല. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് വിഷയത്തിൽ ഇടപെടുകയും നിതീഷിനെയും ബന്ധുക്കളെയും ചർച്ചയ്ക്കായി വിളിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് വൈഭവിയുടെ മൃതദേഹം സംസ്കരിക്കുന്നത് മാറ്റിവെച്ചത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിഭഞ്ചികയുടെ കുടുംബം നാളെ ഷാർജ പോലീസിനെ സമീപിക്കും. ജൂലൈ 9-നാണ് കൊട്ടാരക്കര ചന്ദനത്തോപ്പ് സ്വദേശിയായ വിഭഞ്ചികയെ ഷാർജയിലെ ഫ്ളാറ്റിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. വിഭഞ്ചികയുടെ 1.5 വയസ്സുള്ള മകൾ വൈഭവിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഭർതൃപീഡനത്തെ തുടർന്നാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്നും അമ്മ ശൈലജ കുണ്ടറ പോലീസിൽ പരാതി നൽകിയിരുന്നു. വിഭഞ്ചികയുടെ ഭർത്താവ് നിതീഷിന്റെ സഹോദരി നീതു, പിതാവ് മോഹനൻ എന്നിവരെ പ്രതിയാക്കി പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദുബായ്.